ഇപ്പോൾ അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട് ഷിരൂർ രക്ഷാദൗത്യ മേഖലയിൽ നിന്ന്. അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, നിർണായക ദിനമാണ് രക്ഷാദൗത്യത്തിൽ. ഇപ്പോൾ അരുൺ നിൽക്കുന്നത് എവിടെയാണ്? ഈ ദൗത്യം എപ്പോൾ ആരംഭിക്കുമെന്നുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങളുണ്ടോ അരുൺ? ഉന്മേഷം, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗംഗാവലിപ്പുഴയുടെ ഓരത്താണ്, ഗംഗാവലിപ്പുഴയുടെ അടുത്താണ്, അതിന്റെ കരയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഗംഗാവലിപ്പുഴ ഇപ്പോഴും നല്ല രീതിയിൽ കുത്തൊഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു. രാവിലെ ചെറിയ മഴ ഉണ്ടായിരുന്നു, പക്ഷേ അതിരാവിലെ ഉണ്ടായ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു, വെളിച്ചമൊക്കെ വന്നിരിക്കുന്നു. ഈ തെരച്ചിൽ ഒരു 8 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കും, പൂർണ്ണമായും ആരംഭിക്കും. ഈ ലോറി അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഒപ്പം അർജുനെ ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടോ എന്ന് പരിശോധിക്കും. അതിനുശേഷം അർജുനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 മണിയോടുകൂടി ഒരു ചിത്രം നമുക്ക് വരും. എങ്ങനെയാണ് ഈ പരിശോധന, ഈ ഒരു രക്ഷാപ്രവർത്തനം, ഈ ദൗത്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് 8 മണിയോടുകൂടി കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉന്മേഷ്, ആ റോഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ റോഡൊക്കെ ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതം ഭാഗികമായി ഈ റോട്ടിലൂടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു അപകടം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലും, ഞാൻ ഇന്ന് രാവിലെ വന്നത് ആ സ്ഥലത്തു കൂടിയാണ്, ആ റോട്ടിലൂടെയാണ്. അങ്ങനെ ഒരു അപകടം ആ പ്രദേശത്ത് നടന്നിട്ടുണ്ടോ എന്നുകൂടി സംശയം വരുന്ന രീതിയിലേക്ക് ആ റോഡ് മാറിയിരിക്കുന്നു. വലിയ വാഹനങ്ങളൊക്കെ തന്നെ, ചരക്ക് വാഹനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കിടന്നിരുന്നു. അതായത് ഇവിടെ ഈ റോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തുകിടന്നിരുന്ന 250-ലധികം ട്രക്കുകളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അവരൊക്കെ തന്നെ അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നു. കാരണം റോഡൊക്കെ ക്ലിയർ ചെയ്തു. ഇനി പുഴ കേന്ദ്രീകരിച്ച് മാത്രമാണ്, അതായത് ഈ പുഴയിലുള്ള വാഹനം, അതിനുള്ളിൽ നിന്ന് അർജുനെ പുറത്തെടുക്കുക, ഈ വാഹനം ഉയർത്തുക, അതിനുള്ള സാധ്യതകൾ മാത്രമാണ്. അതിനുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ആ വാഹനമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സാനി എക്സ്കവേറ്റർ റോഡരികിൽ നിർത്തിയിട്ടുണ്ട്. ഒപ്പം ക്രെയിനുണ്ട്, JCBകളുണ്ട്. എല്ലാ വാഹനങ്ങളും നമുക്ക് ആ റോഡരികിൽ കാണാം. പക്ഷേ പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുന്നതേ ഉള്ളൂ. റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതമൊക്കെ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഒപ്പം ഈ ഗംഗാവലിപ്പുഴ ഇപ്പോഴും കരകവിഞ്ഞ് ഒഴുകുകയാണ്. പല സ്ഥലങ്ങളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഗംഗാവലിപ്പുഴയുടെ വെള്ളം, അതായത് ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ അടിയൊഴുക്ക് രൂക്ഷമായ സാഹചര്യമാണ്. കർണാടക ഉൾവനത്തിലൊക്കെ തന്നെ ഇപ്പോഴും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആ സ്ഥലം, അതായത് നമുക്ക് ഈ കൃത്യമായി തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആ ദൃശ്യങ്ങളൊന്ന് സൂം ചെയ്ത് കാണിച്ചാൽ മനസ്സിലാവും. ആ റോഡിന് സൈഡിൽ ആ മല, അതായത് ഷിരൂരിൽ കുന്നിടിഞ്ഞതിന് തൊട്ടിപ്പുറത്തൊക്കെ, ആ കുന്നിടിഞ്ഞ ഭാഗത്തൊക്കെ ഈ മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ചാടുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്രത്തോളം വെള്ളം ഈ മലയിലുണ്ട്, കാടുകളിൽ മഴ പെയ്യുന്നുണ്ട്. ഈ അടിയൊഴുക്ക് രൂക്ഷമാണ്. ഈ അടിയൊഴുക്കിനെ ശരിയാണ് അരുൺ. ഏതായാലും അവിടെ കാലാവസ്ഥ രക്ഷാദൗത്യത്തിന് വെല്ലുവിളി ആകും ഇന്ന്. കാരണം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ ഉണ്ടെങ്കിൽ അത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുമെന്നാണ് അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്.